പ്രസ് ടേബിൾ നമുക്കിപ്പം വി എസ് സനോജ് ചേരുന്നുണ്ട്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സേതു. സമയം തീരെയില്ല, നമുക്ക് നോക്കാം അല്ലേ പത്രവാർത്തകൾ. അതെ അതെ, ഇന്ന് നമ്മളെല്ലാവരും വലിയ രീതിയിൽ ഞെട്ടിക്കുകയും ഒക്കെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ദിവസത്തിൽ നിന്നാണ്, ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മളിന്ന് പത്രം നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിലുണ്ടായ ആ ദുരന്തം സംബന്ധിച്ചും അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള അനാസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമഗ്രമായി പരിശോധിക്കുന്ന വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിൽ ഉണ്ട്. അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളിക്കുന്ന രീതിയിലേക്ക് അവർ വാർത്തകളെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു തലക്കെട്ട് എന്ന് പറയാവുന്നത് മരണവീഴ്ച എന്നുള്ളതാണ്. ഒരു മരണവീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മാതൃഭൂമി മരണവീഴ്ച എന്ന് എഴുതുമ്പോൾ വീഴ്ച എന്ന് മനോരമ എഴുതുന്നു. ഉൾപേജിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ സംഭവിച്ചു, ഏതൊക്കെ തരത്തിൽ അതിൻ്റെ അനാസ്ഥയുടെ മറ്റു വഴികൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെല്ലാം ഇത്രയും ദിവസങ്ങളിൽ അവിടെ നടന്നിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്, ഒപ്പം ഇത്രയും മണിക്കൂറുകൾ ഒരാൾ അവിടെ ഈ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ കിടക്കുന്നു, ആ സമയത്ത് നടത്തിയിട്ടുള്ള മന്ത്രിമാരുടെ പ്രസ്താവന, ഇതിലെല്ലാം തന്നെ വലിയ രീതിയിൽ കൃത്യമായി തന്നെ അവർ ഓരോ കാര്യത്തിലും ഉള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വാർത്താ ദിനം എന്ന് പറയാം പത്രങ്ങളെ സംബന്ധിച്ച്. വീണത് വിശ്വാസമെന്ന് മലയാള മനോരമ ഉൾപേജിൽ പറയുന്നതും തന്നെ അതുകൊണ്ടാണ്. കാരണം ഒരു രക്ഷാകേന്ദ്രമാകേണ്ട ഒരു കെട്ടിടം ജീവനെടുത്തുവെന്നും 1.5 മണിക്കൂറിന് ശേഷം മാത്രം രക്ഷാപ്രവർത്തനം നടന്നുവെന്നും അതിൽ മന്ത്രിമാർ നടത്തിയ പ്രസ്താവന, ഇതെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ വന്നു. അത് നമ്മൾ ഈ മണിക്കൂറുകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാർത്ത തന്നെയാണ്. കാരണം ഈ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നു, 2 മന്ത്രിമാരെന്ത് പറഞ്ഞു, എന്നാൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം പറയുമ്പോഴും ഈ 2 മണിക്കൂറിന് ശേഷം ഒരു ആളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോഴും അത്രയും സമയം അവരവിടെ കിടന്നു എന്നുള്ളൊരു വലിയ പ്രതിസന്ധി, ഒരു വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനാസ്ഥയെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണത്. അത് കൊന്നതാണ് സർക്കാർ എന്ന് ചന്ദ്രിക പറയുമ്പോൾ ജീവനെടുത്ത അനാസ്ഥ എന്ന് കേരള കൗമുദി പറയുന്നു. ഒപ്പം മറ്റ് പത്രങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ വളരെ വലിയ കടുത്ത രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ജീവനോടെ മൂടി എന്ന് ആലങ്കാരികമായ തലക്കെട്ടുകളോടുകൂടെ തന്നെ വീക്ഷണമടക്കം ആരോഗ്യമന്ത്രി കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ എക്സാജറേറ്റ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ആ തലക്കെട്ടിനെ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആ വിഷയം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാനലുകളിലെല്ലാം ഈ വാർത്തകൾ നിറഞ്ഞു നിന്നൊരു ദിവസം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും ഈ തലക്കെട്ടുകളിലും ഇതിൻ്റെ ഉൾപേജുകളിലുമെല്ലാം ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ, ഈ മരണവീഴ്ചയുടെ സമഗ്ര വിവരങ്ങളെല്ലാം തന്നെയാണ്. ഇതല്ലാത്ത വാർത്തകളിലേക്ക് കൂടെ ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ സമയക്കുറവ് കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മുടെ ലിവർപൂളിൻ്റെ ജോട്ട എന്ന് പറയുന്ന താരം, ലിവർപൂളിൻ്റെ ദിയാഗോ ജോട്ട കാർ അപകടത്തിൽ മരിച്ച വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. കാരണം ആൻഫീൽഡിൽ നിലച്ച ഗോളാരവം എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നു. ആ വാർത്ത ഒരു വലിയ ലോകത്തെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, ലിവർപൂളിൻ്റെ ഒക്കെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ജോട്ട എന്തിന് ഇത്ര വേഗം എന്ന് ആ വാർത്തയെക്കുറിച്ച് നൽകിയിരിക്കുന്ന തലക്കെട്ട് അതാണ്. ഒപ്പം ഏറ്റവും ഒരു സങ്കടകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ജന്മഭൂമി അടക്കം അല്ലെങ്കിൽ മാധ്യമം അടക്കം നൽകിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ മെഡിക്കൽ കോളേജിലെ വാർത്തയുടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ഹാരിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും 1-ാം പേജുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാം, ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ. ഇവിടുത്തെ പർച്ചേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, എക്യുപ്മെൻറ്റിൻ്റെ കുറവുണ്ട്, ഓപ്പറേഷനുകൾ മുടങ്ങുന്നു എന്ന് പറയുമ്പം അച്ചടക്ക നടപടി ഉണ്ടാകുകയാണ്. പക്ഷേ ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണ് എന്ന് പറയുന്ന ഹാരിസിൻ്റെ പ്രതികരണം നൽകിയിരിക്കുന്ന അതേ ദിവസം, അല്ലെങ്കിൽ ആ പ്രതികരണം നൽകുകയും ഒപ്പം ഈ ദുരന്തത്തെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥയുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇങ്ങനെ പരിഹരിക്കപ്പെട്ടാൽ പോരാ എന്നുള്ളൊരു കാര്യം വിശദമാക്കുക കൂടി ചെയ്യുന്നുവെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ ഒരു കോൺട്രാഡിക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പത്രങ്ങൾ ഈ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. മറ്റൊന്ന്, ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ ഡാർക്ക് വെബ്, അതുമായി ബന്ധപ്പെട്ട് അതായത് വലിയ രീതിയിലുള്ള ലഹരി ഇടപാട് നടക്കുകയും മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ എന്ന് പറയുന്ന അയാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവരുടെ പങ്കാളി
ഇതിലുള്ള ബിസിനസ് പങ്കാളികളടക്കം അറസ്റ്റിലായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതിൻ്റെ സമഗ്ര വിവരങ്ങളും പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ റിസോർട്ട് നടത്തുന്നു, ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം നടക്കുന്നു, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വളരെ സമഗ്രമായി തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പറയാം. ഒപ്പം ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ തിരക്കിനിടയിൽ വിട്ടുപോയൊരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ പ്രാധാന്യത്തോടെ വരാതിരുന്നൊരു കാര്യം, അതും കൂടെ പറയാം. കാരണം അത് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഘാനയിൽ ഇന്നലെ പോയിരിക്കുന്നു. ഒപ്പം ഈ ജസ്റ്റിസ് വർമ്മയുടെ, അതായത് നേരത്തെ നമുക്ക് അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള വർമ്മയ്ക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് നടപടി അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളുമായിട്ട് കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. കാരണം നോട്ടുകെട്ടുകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്തത് നമുക്കറിയാം. ഈ വാർത്ത ഏതായാലും ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം വളരെ സമഗ്രമായി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, അത് കേരളത്തിൽ തന്നെ വാർത്തയാണ്. കേരളത്തിലെ വാർത്തയ്ക്ക് മലയാളം പത്രങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇവിടുത്തെ കേരള എഡിഷൻ നൽകിയിരിക്കുന്ന ഒരു വാർത്ത, കൊച്ചിയിലെ കേരളത്തിലെ ഏറ്റവും മോശം വേസ്റ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയാവുന്നത് കൊച്ചിയിലെ നമ്മൾക്ക് അറിയാവുന്ന പോലെ സൗത്ത് KSRTC സ്റ്റാൻഡായിരിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഹബ്ബായിട്ടുള്ള കൊച്ചിയെ സംബന്ധിച്ച് അത് നാണക്കേടാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ച്. അതിനുവേണ്ടി അത് റിനോവേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിനുള്ള വലിയ അപേക്ഷകളും അഭ്യർത്ഥനകളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. ഒപ്പം ഈ സുംബ ഡാൻസിനെ വിമർശിച്ച് ടീച്ചർമാരെ അടക്കം അല്ലെങ്കിൽ വളരെ അപഹസിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അധ്യാപകനെതിരെ നടപടിയുണ്ടായ വാർത്തയും നൽകിയിട്ടുണ്ട്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ ആ ദാരുണമായ സംഭവം, അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ പ്രത്യാഘാതങ്ങൾ, അത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ, ഇനി എന്തൊക്കെ സംഭവിക്കും, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിമർശനം വിധേയമായൊരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രധാനമായും സംഭവിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും നമ്മുടെ സമയപരിധി കൊണ്ട് ഏതായാലും നമ്മുടെ ഈ സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാൻ തോന്നുന്നു. ധാരാളം വാർത്തകളുടെ ദിവസമാണ്. പ്രേക്ഷകർക്കെല്ലാം തന്നെ ശുഭദിനം ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. സേതു.